നിങ്ങളെങ്ങനെ ഫ്രണ്ട്സ് ആയ? അപ്പൊ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്ക് ഈ വാട്സ്ആപ്പ് അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു കാരിക്കേച്ചർ ഫ്രെയിമിന്റെ ഒരു ഫോട്ടോ എഡിറ്റിംഗ്. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ എഡിറ്റിംഗ് മാത്രമാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു കാണുന്ന ഈ ഒരു കാരിക്കേച്ചർ ഫോട്ടോക്ക് ചെറിയൊരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പക്കായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കാരിക്കേച്ചർ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഈസിയാണ്. അപ്പൊ ആ ട്യൂട്ടോറിയലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ ഈ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ ഈ റീൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ റീൽ കാണാൻ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു പേജ് പോലെ അല്ലെങ്കിൽ ഒരു പേപ്പർ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അപ്പൊ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ തന്നതല്ലാതെ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിൻട്രസ്റ്റ് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവരുടെ മാറ്റ് സെർച്ച് ബാറിൽ പേപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കാണിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ പേപ്പർ ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ ഈ ഒരു പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ആ ഒരു വീഡിയോത്തെ പോലെ നമ്മുടെ ഇമേജസ് ഒരു കാരിക്കേച്ചർ മോഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും എഡിറ്റിംഗ് സെറ്റ് ചെയ്യാണ് ഒരു കാർട്ടൂൺ ടൈപ്പ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതൊരു ടൂൺമി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൺമി എന്നുള്ളതിന്റെ ഒരു ആപ്ലിക്കേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ടൂൺമീന്റെ രണ്ട് iOS-ന്റെയും അതുപോലെ ആൻഡ്രോയിഡിന്റെയും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആപ്പിന്റെ ഒരു ഡൗൺലോഡ് ലിങ്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടും പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇപ്പോഴും അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആൻഡ്രോയിഡ് യൂസേഴ്സോ iOS യൂസേഴ്സോ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കാര്യങ്ങളൊന്നും അതിൽ ഇനി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സാധനം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു ടൂൺമി എന്നുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടൂൺമിയുടെ ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ഒരു ഇമേജ് ഈ ഒരു iOS ഇതേപോലെ ആയിരിക്കില്ല, വേറെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് അവിടെ കാണിക്കുക. അപ്പോൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാർട്ടൂൺ ടൈപ്പ് ആയിട്ടുള്ള ഇതിന്റെ ടെംപ്ലേറ്റ് ഒരു ഇമേജ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഒരു ഇമേജ് ഈ ഒരു ടൈപ്പിലേക്ക് അത് മാറ്റി തരും, കാർട്ടൂൺ ടൈപ്പിലേക്ക്. എന്നിട്ട് ഇത് നിങ്ങൾ നേരെ നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇമേജ് നമ്മൾ അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ആക്കാൻ. അപ്പോൾ നമുക്ക് ആ വൈറ്റ് പോയിട്ട് കറക്റ്റ് ഒരു ഇമേജ് മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ. അപ്പോൾ ഫോട്ടോ റൂം തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ഇറേസിംഗ് ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മാറ്റർ ട്രാൻസ്പെറൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 1 ടാപ്പിൽ തന്നെ നമുക്ക് ഈ ഇമേജ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് താഴായിട്ട് കാണുന്ന നിങ്ങളുടെ ഔട്ട്ലൈൻ എന്നൊരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ട സൈസ് ആക്കി കൊടുക്കുക. ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് എത്ര വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഇത് നേരെ നിങ്ങളുടെ ഗാലറിക്ക് ട്രാൻസ്പെറന്റ് ആക്കിയിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒറ്റ ഇമേജാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ റീലിൽ എത്ര ആൾക്കാരുണ്ടോ ആ എല്ലാ ആൾക്കാരും ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു എഡിറ്റ് ചെയ്യുന്ന ബേസ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എല്ലാ ഇമേജസ് ഇതേപോലെ ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം ഈ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇതിന്റെ അടുത്ത് നമ്മൾ ഇനി ഈ ഒരു ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വീഡിയോയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ ക്യാപ്കട്ട് നിങ്ങളുടെ ഫോണിലില്ലാന്നുണ്ടെങ്കിൽ വീഡിയോ യൂസ് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുഖത്തെ ന്യൂ പ്രോജക്റ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ആദ്യം സേവ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് 9:16 റേഷ്യോയിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ ബോക്സിലെ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് അതിൽ റേഷ്യോ 9:16 സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജ് ഞാൻ ഈ സ്ക്രീൻ കളിക്കുന്നപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇമേജ് ഒന്ന് സൂം ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. ഫിൽ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള മ്യൂസിക് നിങ്ങൾ ഏതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്നും അവിടെ ചെയ്യണില്ല, നിങ്ങൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഓരോ ഇമേജസ് നിങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിന്റെ ബീറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഇമേജസിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ കറക്റ്റ് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമേജാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് 2-3 ഇമേജ് വെച്ചിട്ട് എങ്ങനെ ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ സെയിം ഇമേജിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എല്ലാ ലെയറിന്റെ സ്റ്റാർട്ടിങ് ഒരേപോലെ അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിക്ക് ഞാൻ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സ്ക്രീനിൽ. എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഓരോ ഓവർലേ ഇമേജ്
കറക്റ്റ് അതിന്റെ മേലേക്ക് വെക്കാതെ നിങ്ങൾ ജസ്റ്റ് ഓരോ സൈഡിലേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ. എന്നിട്ട് ആ വീഡിയോയുടെ പ്ലേ ചെയ്യുമ്പോൾ ഓരോ ടൈമിലായിട്ട് ഇങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി ഒരു ആനിമേഷൻ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോയിലേക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിൽ ഒരു ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിലെ ഒരുപാട് ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആനിമേഷൻ എഫക്ട് അതിലെ ഇന്നിലും കോംബോയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ കൂടെ ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണുന്ന റീൽസിൽ കാണാൻ നിങ്ങൾക്ക് വേറെ ഒരുപാട് മോഡലായിട്ടുള്ള അനിമേഷൻസ് വരുന്നത്. അത് ചെയ്യുന്നത് താഴത്തെ ബോക്സിലെ വീഡിയോ എഫക്റ്റിലെ എഫക്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ DM ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആക്കി ഇവിടെ ലൈക്ക് ചെയ്തുപോലെ ട്രെൻഡിംഗ് ആയിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അതുപോലെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ പുതിയൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ.